ഈ കാലിങ്ങനെ മടങ്ങുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യുക, എന്നോടൊപ്പം തന്നെ ചെയ്യുക. റെഡിയായിട്ട് നല്ല ഉഷാറായിട്ട് ചെയ്യാം. ഓക്കെ, നല്ല പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ചെയ്യുക, സന്തോഷത്തോടുകൂടി ചെയ്യുക. ആ ഒരു ചിരി നിങ്ങളുടെ മുഖത്ത് വിടരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല നല്ല ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന നല്ല ഹോർമോണുകൾ. ഓക്കെ, അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ചെയ്യാം. എന്നോടൊപ്പം ചെയ്തോളൂ. ഞാൻ ചെയ്യുന്ന അത്രയും സമയം ചെയ്യാൻ ശ്രമിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുക. വളരെ കൂളായിട്ട് ചെയ്യാം. ചെയ്യല്ലേ? റെഡിയല്ലേ? ഓക്കെ, കമോൺ. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ്. ചെയ്യാം, എന്നോടൊപ്പം ചെയ്തോളൂ. വയറിന്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ വേണം നിങ്ങളും ചെയ്യാൻ. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. അങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്താൽ നമ്മൾ കഥയ്ക്കത്തേ ഇല്ല. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നോടൊപ്പം ചെയ്തോളുക.
ചെയ്തോളൂ, എന്നോടൊപ്പം ചെയ്തോ. ശരീരത്തെ പല രീതിയിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സന്ധികളെ, ജോയിൻസിനെ ചലിപ്പിക്കുക. ഓക്കെ, ആക്കാം. സാവധാനം ചെയ്താൽ മതി, തിരക്കൊന്നും കൂടെ ഉണ്ട്. ഓക്കെ, 10-20 സെക്കൻഡ് നേരം വെറുതെ ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ കാല് മാക്സിമം അങ്ങനെ പൊക്കാൻ ശ്രമിക്കുക. കണ്ട, എന്നിട്ട് നടക്കുക, ഒരു താളത്തിൽ നടക്കണം. അതാണ് റിത്മിക് എക്സസൈസ് എന്നാണ് പറയുന്നത് ഇതിന്. ഓക്കെ, അടുത്തത് ഇങ്ങനെ പോയിട്ട് ഈ സൈഡിൽ ഒരു പഞ്ച് ചെയ്യാം. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം, ഒരു ഫണ്ണായിട്ട് എടുക്കാം. ഓക്കെ, മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യാം. റെഡി? ചെയ്തോ, എന്നോടൊപ്പം ചെയ്തു. ചെയ്തു, എന്നോടൊപ്പം ചെയ്തു. അതുപോലെ തന്നെ മറുവശത്തും ചെയ്യണം. റെഡിയല്ലേ? ചെയ്തു. നമ്മുടെ ആ അലസതയും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യുക. നല്ല ആരോഗ്യത്തിന് വേണ്ടി, സന്തോഷത്തോടെ ജീവിക്കാൻ. ഓക്കെ, ക്ഷമയോടെ ചെയ്യുക. ഇവിടെ ചെയ്യുക. റെഡിയല്ലേ? ചെയ്തു. ആ കാലിനൊക്കെ നല്ല ബലം കിട്ടാനും നല്ല ചലനശേഷി കിട്ടാനും നല്ലതാണ്.
ആകണം. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. റെഡിയല്ലേ? എന്നോടൊപ്പം ചെയ്തു തുടങ്ങിക്കോ. മനസ്സിലാക്കുക, then do it. നേരത്തെ പറഞ്ഞ പോലെ കാല് മാക്സിമം പൊക്കുക, കൈ ഇങ്ങനെ കൊണ്ടിടുക, നന്നായിട്ട് ചെയ്യാൻ. കാല് കൊണ്ടുവന്നിട്ട് ആ കയ്യിൽ തൊടാൻ ശ്രമിക്കുക. ഇങ്ങനെ കണ്ട, ഏറ്റവും നല്ലൊരു വ്യായാമമാണത്. എല്ലാം നല്ലത് തന്നെ, പക്ഷെ ഇതിന് കൂടുതൽ എഫക്റ്റീവാണ്. കാല് പുറകോട്ട് മടക്കുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് സഹായിക്കും. അതുകൊണ്ട് അത് മടി കൂടാതെ ചെയ്യുക. കാലിൻ്റെ മുട്ടിനൊക്കെ നല്ല അയവ് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ഇത്രയും ചെയ്ത ശേഷം പെട്ടെന്ന് നിർത്തി കളയരുത്. നമുക്ക് ചെറിയൊരു കൂൾ ഡൗൺ, അതായത് ഒന്ന് ശരീരത്തെ തണുപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം ചെറുതായിട്ട്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ചുമ്മാ ഇങ്ങനെ സ്ലോയിൽ നടക്കുക, അതോടൊപ്പം കൈകൾ ഇങ്ങനെ പൊക്കുക. അപ്പോൾ തല ഉയർത്തി ആ കൈയിലേക്ക് ഒന്ന് നോക്കുക. കൈ താഴുമ്പോൾ തല താഴ്ത്തി ഇങ്ങോട്ട് നോക്കുക. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യും. ഇങ്ങനെ കൂളിംഗ് ഡൗൺ ആണ്. ഇത് ചെയ്തിട്ട് നിർത്താവുള്ളൂ, ഇത് കൂടി ചെയ്തിട്ട് നിർത്താവുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒട്ടും തിരക്ക് കൂട്ടണ്ട. കൂളിംഗ് ഡൗണിലും വളരെ സ്ലോ ചെയ്യും. ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോവുക, മറുവശത്തേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ കൈ ഇങ്ങനെ വേണേൽ കൊണ്ടുപോകാം. രണ്ട് കൈയിൻ്റെയും പൊസിഷൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെയ്യും. കൈകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. ഒന്ന് വലിഞ്ഞിങ്ങനെ പൊങ്ങുക. കാൽ വിരലൂന്നി പൊങ്ങണം. വീണ്ടും താഴുക, പൊങ്ങുക. ഇങ്ങനെ കണ്ട, ഇങ്ങനെ ചെയ്യാം. അത് എത്ര സമയമുള്ളത് നമുക്ക് ചെയ്യാം. നന്നായിട്ട് ചെയ്യാം. ഇത് നമ്മുടെ കാഫ് മസിലിനെ, ആ മുട്ടിൻ്റെ പിൻഭാഗത്തുള്ള മസിലിനെ കൂടുതൽ ബലപ്പെടുത്താനും അതുവഴി ഹൃദയ ആരോഗ്യം വർദ്ധിക്കാനും ഏറ്റവും നല്ലതാണ്.
അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് ഒന്ന് അരക്കെട്ടിന് ഇങ്ങനെ ചുറ്റുക, ഇങ്ങനെ ഒരു 5 തവണ ഒരു വശത്തേക്ക്, മറുവശത്തേക്ക് 5 തവണ ഇങ്ങനെ. ഇതെല്ലാം ചെയ്തിട്ടേ അവസാനിപ്പിക്കാവുള്ളൂ. ആ വീഡിയോ തീരുന്നത് വരെ ചെയ്യുക. ഓക്കെ, അടുത്തത് കൈകൾ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട്. അപ്പൊ ഈ ഷോൾഡറിനൊക്കെ നല്ല അയവ് കിട്ടാൻ, ആ തോൾ വേദനയൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ മാറി മാറി ചെയ്യാം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്ക് മാക്സിമം നീട്ടുക, എന്നിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു കൊടുക്കുക. കണ്ടോ? ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ മുതുകിൻ്റെ ഭാഗത്തുള്ള പേശികളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നല്ല സുഖം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നല്ല സുഖമായിട്ട് നിദ്ര ചെയ്യാം.